ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരിക. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നത് ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം പി ടി എ കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ളാഹ് കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവരാ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. ഇതും കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, കുട്ടികൾക്ക് തെറ്റുപറ്റിയതല്ല കോളേജ് നിസ്കാരമുറി എന്ന ആവശ്യം ആസൂത്രിതമെന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവ് നൽകുകയാണ്. ഈ വിവരം അറിഞ്ഞ സമയത്ത് തന്നെ ഒരു തെറ്റായ രീതി ആയി പോയി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നതെന്ന് ഞങ്ങൾ സ്വയം വിലയിരുത്തി. പിന്നെ ഉത്തരവാദപ്പെട്ട 2 ജമാഅത്തുകളിലെ ഇമാമുമാരും ഭാരവാഹികളും നേരെ അവിടെ ചെന്ന് എന്താണ് ഇവിടെ ഇഷ്യൂസ് ഉണ്ടായത്, എന്തൊക്കെ സംഭവങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പലിനോട് നേരിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായത് കുട്ടികളുടെ അപക്വമായ ചില നിലപാടുകളും കാഴ്ചപ്പാടുകളും അതിൽ നിന്നുണ്ടായ ഒരു പ്രതിഷേധവും മതപരമായിട്ടുള്ള ഗ്രാഹ്യം അറിവിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചു പോയതല്ല. അത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി, വസ്തുത മനസ്സിലാക്കി ആ പ്രതിഷേധത്തിൽ പങ്കാളികളായ എല്ലാ കുട്ടികളും അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയാണ് കാണാൻ സാധിച്ചത് എന്ന് ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായത് മതപരമായി അതൊരു തെറ്റായ കാര്യമാണ്. കാരണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അതിന്റെ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ പ്രയർ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതൊന്നും കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഈ കുട്ടികളെ വേണമെങ്കിൽ ബോധവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനും റെഡിയാണ്. ഈ ഒരു സംഭവം വന്നു പോയതിൽ അതീവ ദുഃഖമുണ്ട്. തുടർന്ന് ഇതൊരു ഇഷ്യൂ ആക്കാതെ, കാരണം ഇത് വെള്ളം കലക്കി മീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. ഇത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൂടുതൽ ഒരു കലുഷിതമാക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോ അതിലൊന്നും വീഴാതെ ആ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മുന്നോട്ട് പോകണമെന്ന ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റിക്വസ്റ്റ് വെച്ചപ്പോൾ വളരെ ഹൃദ്യമായ നിലക്ക് സ്നേഹത്തോടു കൂടെ അവരെ